കുറെ കമന്റുകളുണ്ട്. ആക്ട്രസ് ആണെന്നുള്ള കാര്യം പലരും മറക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു 10-20 വർഷമായിട്ട്. അതാണ് ഞാൻ ആ ചടങ്ങിൽ പറഞ്ഞത്, കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു കമന്റോ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതിലുള്ള അതിയായ വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യമായിട്ടാണ് കള്ളു കുടിച്ച് നല്ല ഫിറ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമ. വൺ ലൈൻ പറഞ്ഞപ്പോ ഇത്ര കഷ്ടപ്പാടുണ്ട് എനിക്കറിയില്ലായിരുന്നു. ഫൈറ്റ് ഞങ്ങൾ തന്നെ നിന്ന് കൊള്ളായിരുന്നു. നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യ പ്രതിഫലം 100 രൂപ. 500 രൂപ. നിങ്ങൾക്ക് ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്, എന്താണ് അത്? ഹിഡൻ ആണ്. ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിം മേക്കർ ആയിരുന്നു. അത് എവിടെ നിന്ന് വേറെ രീതിയിലോട്ട് പോയി. ഞാൻ ഇന്ന സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കിൽ ഡാഷാണ് ഇറച്ചി വെട്ട്. നീ എനിക്ക് വേണേ ഒരു കടയിടാം. പ്രാവശ്യം ഞാൻ പാലക്കാട് ഒരു സിനിമ, നയൻതാര മമ്മൂക്ക ഉള്ള പടം തസ്കര വീരൻ, ഒന്ന് മമ്മൂക്ക 2:45 വരെ ഞാൻ അപ്പോൾ ഇവിടുന്ന് എഴുപുന്നേന്ന് കുക്ക് ചെയ്തിട്ട് അവിടം വരെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെ സോങ് സീക്വൻസിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അത്രയും പവറാണ് അദ്ദേഹത്തിന്റെ ഒരു ഓരോ ആക്ഷനും, അത്രയും പവറാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഡിസംബർ 6 റേച്ചൽ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ഹണി റോസ്, രാധിക, ജോജി ചേട്ടൻ ആൻഡ് ബൈ ചേട്ടൻ. സോ 4 പേർക്കും വെൽക്കം. താങ്ക് യു. അൺടോൾഡ് ആണോന്ന് അറിയില്ല കേട്ടോ, എല്ലാവരുടെയും പറഞ്ഞത്. 2005 ഒക്ടോബർ 28 ബോയ് ഫ്രണ്ട് റിലീസാവുന്നു. കറക്റ്റ് 20 ഇയേഴ്സ് കഴിയുന്നു. കരിയറിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. കറക്റ്റ് എന്താ വേർഷൻ 2.0 എന്നൊക്കെ പറയണൊക്കെ പോലെ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഫസ്റ്റ് ടൈറ്റിൽ ക്യാരക്ടറിന്റെ? അയ്യോ, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ 20ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നത്. ആനന്ദിനെയും ബാലയാണി സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെബ്യൂ മൂവിയാണ് പുള്ളിക്കാരിയുടെ. അപ്പം ആനന്ദിനി സ്റ്റോറി എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. രാഹുൽ മണപ്പാട്ട് എഴുതിയ, ഒത്തിരി അവാർഡ്സും അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 1 ലൈൻ പോലെയാണ് എൻ്റെ അടുത്ത് ആദ്യം കഥ പറയുന്നത്. പിന്നീടാണ് അതൊരു സ്ക്രിപ്റ്റായി ഡെവലപ്പ് ചെയ്യുന്നതും ഈ സിനിമയായി മാറുന്നതും ഒക്കെ. അപ്പോൾ ആ സമയം തൊട്ടേ ഈ സിനിമയുടെ ഒരു ജേർണിയിൽ ഞാനും പങ്കുചേർന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഇറച്ചി വെട്ടുകാരി എന്നുള്ള ഒരു കഥാപാത്രം. സോ അവരുടെ ഒരു ഡ്രസ്സിങ് എല്ലാം നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. ഒരു 70s ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ കാലത്തിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഭയങ്കര റോ ആയിട്ടും റിയൽ ആയിട്ടും ഒതന്റിക് ആയിട്ടും ഒക്കെ തന്നെയാണ് ഈ സിനിമയിൽ എടുത്തേക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഹോംവർക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സിനിമയാണ് റേച്ചൽ. ഈവൻ നമ്മൾ ഫസ്റ്റ് ഇത് പറയുമ്പോൾ ഞങ്ങൾ ആ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ഇട്ടൊന്ന് ട്രയൽ നോക്കിയിരുന്നു, കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എനിക്കും ആ ഒരു കോൺഫിഡൻസ് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നത് ഓക്കെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സാധനം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതുവരെയുമുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ജേർണി തന്നെയായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു റേച്ചൽ സിനിമ ഓൾ അബൌട്ട്? എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് റേച്ചലിന് വേണ്ടി നിങ്ങൾ എടുത്തത്? ഈ പറയണ ഗ്ലിംസ് വെച്ച് നോക്കുമ്പോ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ടിട്ടുണ്ടോ? കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അപ്പൻ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ചാലഞ്ചിങ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ഇതായിരുന്നു. 1 ലൈൻ പറഞ്ഞപ്പോൾ ഇത്ര കഷ്ടപ്പാടുണ്ട് എനിക്കറിയില്ലായിരുന്നു. 1 ലൈൻ പറയുമ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ആ ഫൈറ്റിന് അപ്പുറത്തേക്ക് ഇപ്പം എനിക്കിപ്പോൾ ഇതുവരെ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെല്ലാം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഏകദേശം ഒരേ ഇമോഷൻ ആയിരിക്കും. ഇപ്പോൾ അപ്പൻ എടുത്താലും ഞാൻ വരുന്നത് മുതൽ ആ ക്യാരക്ടർ ഒരേ ഇമോഷനാണ്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല. ദേഷ്യമുണ്ട്, സന്തോഷമുണ്ട്, ഗ്രീഫുണ്ട്, പിന്നെ റിവെഞ്ച്, അങ്ങനെ പല ആങ്കർ, അങ്ങനെ പല ഇമോഷൻസും എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആയിരുന്നു. എക്സൈറ്റ് ചെയ്തു. പിന്നെ ഫൈറ്റ് ശരിക്കും നല്ല പണിയാന്നുള്ളത് അതെ നമുക്ക് ഡൂപ്പ് ഒന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല.
അപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് അത്യാവശ്യം ഫൈറ്റ് ഞങ്ങൾ തന്നെ നിന്ന് കൊള്ളായിരുന്നു, അതെ. കൊള്ളയെ കൊടുക്കുകയായിരുന്നു. അപ്പം അതിൻ്റെതായ എല്ലാ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടായിരുന്നു. വണ്ടിയിലൊക്കെ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരാളുടെ അതെ, സഹായം അതെ, വേണമായിരുന്നു അതെ. തിരിച്ച് വണ്ടിയിലൊക്കെ കയറാൻ. ജോജി ചേട്ടന്റെ എല്ലാരും ജോജി സിനിമയെ പറ്റി പറയുമ്പോഴേ എനിക്ക് ബ്രോഡാഡിയിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഷർട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് പട്ടായ പോയപ്പോ മേടിച്ചതാണ്, ഒരു കിഡിലെ തന്നെ. ഇതിലും അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ മൂമെന്റ്സ് ഉണ്ടോ? അങ്ങനെയില്ല. എനിക്ക് 18ാമത്തെ സിനിമയാണ് ഉം. റേച്ചൽ റിലീസാവുന്നത്. എല്ലാ സിനിമകളിലും ഞാനൊരു മാന്യതര വേഷമാണ് ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു കുറച്ച് ഉഴപ്പനായിട്ടുള്ള ഒരു അലവലാതി ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു കഥാപാത്രത്തെ ലഭിച്ചു എന്നുള്ള സന്തോഷം ഈ സിനിമ കൊണ്ട് എനിക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഒരു പീരിയോഡിക്കൽ പടമാണ്. വളരെ രസകരമായിട്ട് എല്ലാവരുടെ കരിയറിലും ബെസ്റ്റായിട്ട് വരുന്ന ഒരു സിനിമയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സന്തോഷം. ഞാനും ജോജിയാണ് കൂടുതലും ഞങ്ങൾ കോമ്പിനേഷൻ പരിപാടികൾ. നൈറ്റ് ഷെയ്ഡുകളിലെ ക്യാരക്ടേഴ്സാണ്. ഫൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സിനിമയാണിത്. കാര്യം അതുപോലത്തെ ഗംഭീര ലൊക്കേഷൻ, പിന്നെ അതിനേക്കാൾ ഉപരി ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളൊരു സാധനം. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചില സിനിമകൾ നമ്മൾ ആഗ്രഹിച്ച് ചെല്ലുന്ന സിനിമകളുണ്ട് വളരെ. അങ്ങനെ ആഗ്രഹിച്ച് ചെന്നൊരു സിനിമയാണ് അനന്തിയുടെ ഈ പറയുന്ന റേച്ചൽ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഹണിയുടെ ഒരുപാട് സിനിമകൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. പക്ഷേ ഹണി ഒരു ഇതേ ടൈപ്പ് ഓഫ് പരിപാടി എങ്ങനെയായിരിക്കും എന്നുള്ള എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര രസമായിട്ട് ഹണി എന്ന് പറഞ്ഞാൽ ഹണിയല്ല ശരിക്കും 100% റേച്ചൽ. എനിക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞാൽ പോലും റേച്ചൽ അങ്ങനെ ഇതേ പോയിട്ടില്ല. നെഗറ്റീവ് ഷെയ്ഡ് തന്നെ 100% നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പോലീസ് സ്റ്റേഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ടോ? എനിക്ക് എല്ലാ ആഗ്രഹമാണ്, എല്ലാ വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പോലീസ് ചെയ്യണമെന്നുണ്ട്, ഒരു പ്രേതം ചെയ്യണമെന്നുണ്ട്, പ്രേതമായിട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊണ്ട്. ബയോപിക് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ ഒരു കുറേ ഉണ്ട്. അത് എത്രത്തോളം സാധിക്കും നോക്കാം നമുക്ക്. ഈ ഇപ്പൊ ശരിക്കും പറയല്ലേ, ഇപ്പൊ ട്രെയിലറൊക്കെ വന്നപ്പോ ആളുകൾ പറഞ്ഞ സംഭവം ഉണ്ട്. ശരിക്കും ആക്ട്രസ് പോയിന്റ് ഓഫ് വ്യൂ അഭിനയിക്കുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ടല്ലോ. ഹണി റോസ് എന്ന ആക്ട്രസിന് ആക്ച്വലി പലരും കുറെ കമന്റുകളുണ്ട്, ആക്ട്രസ് ആണെന്നുള്ള കാര്യം പലരും മറക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഞാൻ ആക്റ്റീവാണ്. പക്ഷെ എന്നാലും ഈ സിനിമ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അവിടുന്ന് തുടങ്ങിയ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഇത്രയും വർഷം നിന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും ഈ ആക്ടർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാ അത് ഫുൾഫിൽ ചെയ്യണേ? അത് ഫുൾഫിൽ ആവാത്തത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു 10-20 വർഷമായിട്ട്. അതാണ് ഞാൻ ആ ചടങ്ങിൽ പറഞ്ഞത്, കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു സാധനം. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള സിനിമകളിൽ എനിക്ക് തോന്നുന്നു വളരെ വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളായിരിക്കും നമുക്കൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടായിരുന്നു എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുള്ളത്. ട്രിവാൻഡ്രം ലോഡ്ജ്, അങ്ങനെ 1-2 സിനിമകളൊക്കെ നമുക്ക് എടുത്ത് പറയാനുള്ളൂ. ഇപ്പൊ കുമ്പസാരം പോലുള്ള സിനിമകൾ, അങ്ങനെയൊക്കെ. മോൺസ്റ്റർ ഡെഫിനറ്റ്ലി അത് നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ വരണം എന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി നല്ല രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് കിട്ടുന്നത് കൂടുതലും ലുക്സിലോ അല്ല ഞാൻ ചെയ്യുന്ന ഇനോഗ്രേഷന്റെ കാര്യങ്ങളിലോ ഒക്കെ ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു കമന്റോ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതിലുള്ള അതിയായ വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സൈഡിൽ നിന്നുള്ള എന്താ പറയുക ആളുകളുടെ അഭിപ്രായമാണ്. മേ ബി ഈ റേച്ചിൽ കഴിയുമ്പോൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. സെറ്റില് പൊതുവെ വൈബ് എങ്ങനെയായിരുന്നു? മച്ചായിരുന്നു എല്ലാരും? അതെ, ഭയങ്കര ഒരു മറ്റേ എന്താ പറയാ, റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം വളരെ നല്ല വൈബായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതയും മേ ബി ആ സിനിമയുടെ ഒരു പ്രത്യേകതയും കൊണ്ടായിരിക്കും അതിനനുസരിച്ചിട്ടില്ലേ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റും ആളുകളും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതുകൊണ്ട് നല്ല വൈബ്. ഞങ്ങള് ഫുൾ വൈബായിരുന്നു. ഞങ്ങള് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഞങ്ങള് 2 കാലഘട്ടമല്ലേ, ഞങ്ങള് 2 കാലഘട്ടത്തിലും അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാളായിട്ട് വിഗ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പല സിനിമകളും ബൈച്ചേന്റെ വിഗ് ഒന്നും വെക്കണ്ട, കാരണം ബൈച്ചേനെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് വിഗ് വെച്ചിട്ട്, കാര്യം 70 കാലഘട്ടത്തിൽ വിഗ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റിന്റെ സമയത്ത് ഒരു കള്ളിഷാപ്പിലാണ് ഫൈറ്റിന്റെ പരിപാടി, സെറ്റാണ്.
അതൊക്കെ എനിക്ക് തോന്നുന്നു 70 കാലഘട്ടം തന്നെയാണ്. അങ്ങനെ ഒരു മൂടി ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. 70 കാലഘട്ടം എന്ന് പറഞ്ഞാൽ 70 കാലഘട്ടം തന്നെ. അപ്പൊ ആദ്യം ഈ കഞ്ഞിവെള്ളം കറക്റ്റ് ആക്കിയിട്ടാണ് കള്ളാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ പാലക്കാടാണ് അടിപൊളി കള്ള് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്തും ചോദിച്ചു. പിന്നെ ബാബുരാജാണ്, ഞങ്ങൾ 3 പേരുമാണ്, പിന്നെ ഫൈറ്റേഴ്സാണ്, ഞങ്ങളായിട്ടാണ് മെയിൻ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളി കള്ള് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ സീക്വൻസിൽ മുഴുവൻ വെച്ചിരിക്കുന്നത് ഒറിജിനൽ കള്ളാണ്. അപ്പൊ ഇടയ്ക്ക് ഇതെടുത്ത് ഞങ്ങൾ കുടിക്കും. ഇടയ്ക്ക് ആനന്ദി വരണ സമയത്ത് ഞങ്ങൾ പതിയെ മാറ്റും. പക്ഷെ ഈ കള്ളിന് ഒറിജിനൽ ഈച്ച ഇങ്ങനെ വരുമല്ലോ, ഒറിജിനലായിട്ട് വരുമല്ലോ. അങ്ങനെ ആദ്യമായിട്ടാണ് കള്ളു കുടിച്ച് നല്ല ഫിറ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമ. ഭയങ്കര നമ്മൾ ആ സ്ഥലം ഗംഭീര സ്ഥലമാണ്. ഇവർ കണ്ടുവച്ചിരിക്കുന്ന ഈ സിനിമയിലെ ഒരു പെയിന്റിങ് പോലെ ഓരോ ഷോട്ടും അത്രയും ഭംഗിയാണ്, അത്രയും ബ്യൂട്ടിഫുൾ. നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയ ഭംഗിയുള്ള സ്ഥലമുണ്ടോ എന്ന് തോന്നിക്കുന്നതായിരിക്കും അത്. കപ്പ മീൻകറിയും പരിപാടികളൊക്കെ തന്നെയായിരുന്നു. അതെങ്ങനെ ഞങ്ങളെ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. പക്ഷെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എന്തെങ്കിലും ചെയ്യാനും കൂടെ ഉണ്ടാവണമല്ലോ, ഒരു കണ്ടന്റ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് എല്ലാ ക്യാരക്ടേഴ്സിന് അതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാനും ബൈച്ചേട്ടനും ഒരുമിച്ചാണ് ഈ സിനിമയിൽ ഉടനീളം ഉള്ളത്. റേച്ചലിന്റെ പിന്നാലെ നടക്കുന്ന വായി നോക്കികളായ 2 കഥാപാത്രങ്ങൾ എന്ന് വേണേൽ പറയാം. ഞങ്ങൾ ഇവർ രണ്ടുപേരോട് പറപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്, ഭയങ്കര രസകരമാണ്. ആദ്യം തന്നെ ഞങ്ങൾ നേരെ ഞാൻ ജോയിൻ ചെയ്യുന്നത് തന്നെ ഹണിയായിട്ടുള്ള കോമ്പിനേഷൻ സീനിലാണ്. ആദ്യത്തെ ദിവസം തന്നെ മൂഡ് മനസ്സിലായി. പിന്നെ ഈ പറയുന്ന പോലെ ലൊക്കേഷൻ എല്ലാവരും ഈ പീരിയോഡിക്കൽ പരിപാടി ആയതുകൊണ്ട് കോസ്റ്റ്യൂംസ് എല്ലാം ആ രീതിയിലായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊരു ഫീലേ ഇല്ലായിരുന്നു. അതാണ് നമ്മള് ആ ഒരു കഥാപാത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ കോസ്റ്റ്യൂമും ഒക്കെ ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളിവിടെ എവിടെയോ ഇങ്ങനെ നടന്ന് ഇറച്ചിയൊക്കെ ചന്തയിലോട്ട് മുഴുവൻ നോക്കുമ്പോൾ ഒരു ആംബിയൻസ് ആണ് ലൊക്കേഷനിലേക്ക് നോക്കുന്നത്. ഇത് ഒറിജിനൽ പോത്തല്ലേ പുറകില്? അല്ല, അങ്ങനെ കുറെ പോത്തുകൾ ഉണ്ടായിരുന്നു, ഒറിജിനൽ കൊണ്ടുവന്നിരിക്കുന്ന പോത്തുകൾ. അതിനകത്ത് 1-2 ട്രെയിൻ ചെയ്ത പോത്തുകൾ ഉണ്ടായിരുന്നു. ഇവര് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിൻ ചെയ്ത പോത്തുണ്ട്. അത് ഒരു കോമ്പിനേഷൻ, ഹണിയായിട്ടുള്ള കോമ്പിനേഷനിൽ ഒറിജിനൽ കുട്ടനാണ് ആ പോത്തിന്റെ അതൊരു കഥാപാത്രമാണ്. ഞങ്ങള് രാവിലെ ചെല്ലുമ്പോ കുട്ടന് തീറ്റ കൊടുക്കും. ഞങ്ങളായിരുന്നു എല്ലാ കാര്യങ്ങളും കുട്ടനെ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ കുഴപ്പമില്ലായിരുന്നു, അവനായിരുന്നു കുറച്ചുകൂടി ചില്ലായിരുന്നു. അതിലൊരെണ്ണം കാട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല, കാടിന്റെ അരികിൽ തന്നെയായിരുന്നു ഷൂട്ട്. ഒരെണ്ണം അങ്ങനെ പോയി കുറെയൊക്കെ ഓടി, പക്ഷെ കിട്ടിയില്ല. ഒരു വലിയ കാളച്ചന്ത അത് ഉള്ളിൽ സെറ്റിട്ടിരിക്കുകയാണ്. അത്രയും കാളുകളെയൊക്കെ പോത്തുകളെയൊക്കെ എത്തിച്ചിട്ട് അതിന്റെ ഉടമസ്ഥരെയും യൂണിയൻ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല ക്രൗഡും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമാണ്. ഭയങ്കര ആർട്ടൊക്കെ ഭയങ്കരമാണ് അതിന്റെ. ഈ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് ഇത് ഇറച്ചി വെട്ടുന്ന ഇതായിരുന്നു ഫസ്റ്റ് ലുക്ക്. ശരിക്കും ഇതിനകത്ത് ഷോട്ടുകളൊക്കെ എടുക്കുമ്പോ സിംഗിൾ ടേക്ക് ആയിരുന്നു? അല്ലല്ല, എന്താണ് ആനന്ദിനിക്ക് അറിയാം എന്താണ് കിട്ടേണ്ടതെന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിൽ നിന്ന്. അത് കിട്ടുന്നത് വരെയും, അത് പ്രോപ്പറായിട്ട് കിട്ടുന്നത് വരെയും അവര് എടുക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ റീടേക്ക് പോയേക്കുന്ന തോക്ക് വെച്ചിട്ട്, നാടൻ തോക്ക അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ 2 കിലോ 3 കിലോ ഒക്കെ വെയിറ്റ് വരും, നല്ല വെയിറ്റ് ഉള്ള തോക്ക. അത് കറക്റ്റ് ഇവിടെ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഒട്ടും പേടിക്കാൻ പാടില്ല. ഇത് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തീപ്പൊരിയൊക്കെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ ചെയ്താലും എന്റെ കണ്ണെങ്കിലും ഒന്ന് ബ്ലിങ്ക് ആവും. സോ അത് ഒരു കുറെ തവണ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളും ഇല്ല. ചാർജ് വരും, അത് എല്ലാം ശരിയാണ്. അത് പൊട്ടത്തില്ല, ചിലപ്പോ ആ തോക്ക് പണി തരും. അങ്ങനെ കുറെ അതിനുവേണ്ടി കുറെ ഞാൻ പേടിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവസാനം അത് കറക്റ്റ് ഷോട്ട് കിട്ടുക തന്നെ ചെയ്തു. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സിനിമ. കാരണം ചില ഷോട്ടുകളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എത്ര പണി തന്നിട്ടുണ്ടെങ്കിലും ആ കിട്ടുന്ന ഒരു സാധനം അത്ര രസമുള്ള ഷോട്ട്സ് ആയിരിക്കും. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു പെയിന്റിങ് പോലെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ആനന്ദിനിയുടെ ഒരു വിഷൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെ വേണം എന്നാണ് സ്വരൂപ് ചേട്ടനാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് അങ്ങനെ ആ ഒരു നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. ആൻഡ് ആനന്ദിനിയെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ആളാണ് എബ്രിഡ് ഷൈൻ സർ. അദ്ദേഹമാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തേക്കുന്നത്. സ്ക്രിപ്റ്റിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമകൾ നമുക്കറിയാം, ഭയങ്കര ആക്ഷൻ ഹീറോ ബിജുവൊക്കെ ആയാലും ഭയങ്കര റോ ആയിട്ടുള്ള അങ്ങനെ എത്രയോ സിനിമകളാണ് അദ്ദേഹം ബ്യൂട്ടിഫുൾ മൂവീസാണ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിലെ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അവര് ഭയങ്കര
നാച്ചുറൽ ആയിട്ടുള്ള ആക്ടേഴ്സ് സാധാരണ ആളുകളെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്യുവർ ടാലന്റ് തന്നെയാണ്. സോ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ അടുത്തായാലും നമ്മൾ കുറച്ചുകൂടെ പോളിഷ്ഡാണ്. നമ്മൾ ഈ പല സിനിമ ചെയ്തുകൊണ്ട് കുറച്ചൊരു സിനിമാറ്റിക് ഒരു സ്റ്റൈൽ നമുക്ക് വരും. അതല്ലാതെ അത് മാറ്റി നിർത്തി പറഞ്ഞു തരും, അങ്ങനെ അത് വേണ്ട നമുക്ക്, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഒരു കുഞ്ഞു കുഞ്ഞു ഡയലോഗ് ചുമ്മാ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നമ്മൾ സിമ്പിളായിട്ടും കൂളായിട്ടും എന്താ പറയാ ഒതന്റിക് ആയിട്ടും ആ ഡയലോഗ് പറയുന്നത് വരെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. ഒരു റാപ്പിഡ് ഫയർ ആണ്, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ എല്ലാരും. നിങ്ങളൊരു നോൺ മലയാളിയെ മീറ്റ് ചെയ്യാണ്, നിങ്ങൾ അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു 3 മലയാളം സിനിമകൾ, നിങ്ങളുടെ സിനിമ ഉണ്ടാവാം, ഒരു 3 മലയാളം സിനിമ. ഞാൻ റേച്ചൽ സജസ്റ്റ് ചെയ്യും, കുമ്പസാരം സജസ്റ്റ് ചെയ്യും, പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ്. എന്റെ സിനിമ മാത്രം കണ്ടാൽ മതി. കുമ്പളങ്ങി നൈറ്റ്സ്, ട്രാഫിക്, ഇവിടം സ്വർഗമാണ്. ജോസ്, റേച്ചൽ, അപ്പൻ, മണിച്ചിത്രത്താഴ്. തൂവാനത്തുമ്പികൾ, ആക്ഷൻ ഹീറോ ബിജു, മഹേഷിന്റെ പ്രതികാരം. നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യ പ്രതിഫലം? ആദ്യം എനിക്ക് കിട്ടിയത് 10,000 രൂപയും കണ്ടാന്ന് തോന്നുന്നു, ബോയ് ഫ്രണ്ട്. അത് ഓർക്കുന്നില്ല. 100 രൂപ പെർഡേയാണോ? ഇല്ലല്ല, ആദ്യം കിട്ടിയ 100 രൂപ ഫസ്റ്റ് ബില്ല്. അതെനിക്ക് പറയാൻ പറ്റില്ല. 15 ദിവസത്തിന് 500 രൂപ. ഏത് പടമായിരുന്നു? പടമല്ലായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അത് 25 വർഷം മുമ്പ് കേട്ടോ. നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് പട്ടാർക്ക് അങ്ങനെ അറിയില്ല, നിങ്ങൾക്ക് ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്, എന്താണത്? അത് ഹിഡൻ ആണ്, ഞാനും എനിക്കും അറിയുന്നേ ഉള്ളൂ. ഹിഡൻ ടാലന്റ് ഓഫ് കോഴ്സ് അങ്ങനെ ഒരു നമ്മുടെ ടാലന്റിനെ കണ്ടെത്തി പോവുക എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ ഉണ്ടാവാം, അതെല്ലാം അതെന്താന്ന് പറയുന്നില്ല. കൃഷി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൻ എൻകൗണ്ടർ, നിങ്ങളൊരു ഒരു വട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ഫാൻ മൂവ്മെന്റ്? അങ്ങനെ പല ഇൻസിഡൻസ് മീൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. അതില് എനിക്ക് പേടി തോന്നിയത് ഒരു തവണ ഞാനൊരു ഇനോഗ്രേഷന് പോയപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ ഒരു പയ്യൻ വന്നു. അപ്പൊ അവന് ഇപ്പം ഒരു മൂവി ആർട്ടിസ്റ്റാ വരുന്നതെന്നൊന്നും പറയാതെയാണ് അവനെ വിട്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാനും അച്ഛനും ഉണ്ട്, വണ്ടി കയറി പോവാണ്. ഈ വണ്ടി തട്ടാത്ത സ്ഥലമില്ല, പോയി എല്ലായിടത്തും ഇടിക്കുന്നു. അവസാനം ഇനോഗ്രേഷൻ ടൈം ആയതിന് പൊക്കോണ്ടിരിക്കുക, ലാസ്റ്റ് പോയി ഒരു ഓട്ടോയിൽ ഇടിച്ചു കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടിയിട്ട് പുള്ളിനെ പഞ്ചിക്കിട്ടു. ഞങ്ങൾ വേറൊരു വണ്ടിയിൽ കയറി നൈസായിട്ട് രക്ഷപ്പെട്ടു. എനിക്ക് അപ്പൻ റിലീസായ ടൈമില് ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, അപ്പോൾ അതിന് അപ്പൻ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും മരിച്ചേട്ടനും പോയിരുന്നു അവിടെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്നാമത് തമിഴ്നാട്ടിലാണ്, പിന്നെ ഇത് ഡബിലല്ല, മലയാളത്തിൽ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. പിന്നെ അപ്പൻ്റെ ഒരു സ്ലാങ്ങും ഉണ്ട് ആ സിനിമയ്ക്ക്. അങ്ങനെ ചെന്നൈയിലുള്ള താമസിക്കുന്ന തമിഴന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സ്ത്രീ, അവര് മാത്രമേ അത് പറഞ്ഞുള്ളൂ, ഒരു സ്ത്രീ വന്നിട്ട് അവർ ഭയങ്കര ഇമോഷണലായി. അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ ജീവിതത്തിൽ ഇട്ടീനെ പോലെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് അവരെ അത് ടച്ച് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അല്ല, ഫാൻസ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവർക്ക് നമ്മളൊരു കൗതുകമല്ല. ജോജി കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ട്രിപ്പ് പോകുന്നു. മൂന്നാറിലൊരു കരിങ്കിലിരിക്കുക വഴി സൈഡിൽ. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ പറയാം, നീ എന്ത് സെലിബ്രിറ്റിയുടെ, ഒരു മനുഷ്യനും നിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ, അപ്പൊ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം കൊണ്ടിരുന്നത് പോലെ 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു കാർ എവിടേക്ക് വന്ന് ചവിട്ടി നിർത്തുന്നു. ഹൈദരാബാദിലുള്ള 2 ഡോക്ടേഴ്സ് കപ്പിൾസ് അവരിറങ്ങി വന്ന് എന്നെ പരിചയപ്പെടുന്നു. നിങ്ങൾ ഇന്ന സിനിമയിൽ ഇന്ന ആൾ, ഒറ്റ നോട്ടത്തിൽ അവരെന്നെ ക്യാച്ച് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്നു. ഞാൻ ചോദിച്ചു, കാണടേ കാണേ. അവര് പറഞ്ഞു, ഇടോ ഇവൻ ഇവിടെ ഒന്നുമല്ല, അവിടം വരെ ആൾക്കാര് സിനിമയ്ക്ക് മാത്രം കിട്ടുന്ന റീച്ചാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് മമ്മൂക്കയുടെ കൂടെയുള്ള ഓരോ മൊമെന്റ്സ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ തുടങ്ങിയ മമ്മൂക്കായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ ലാസ്റ്റ് ദിസ് വീക്ക് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ഫിഷിനെ കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങൾ, കമ്പാവല ഇടാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ മമ്മൂക്ക എന്നെ കൊണ്ടുവരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. എപ്പോഴും മമ്മൂക്കയുടെ ഒപ്പം പോകുന്ന, അതെനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എപ്പോഴും ഇങ്ങനെ
ക്യാരി ചെയ്യുന്ന ഒരു പരിപാടി. ഏർലി മോർണിംഗ് ഷൂട്ടുകൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണോ ലേറ്റ് നൈറ്റ് പാക്കപ്സ് ഇഷ്ടപ്പെടുന്ന ലേറ്റ് നൈറ്റ് പാക്കപ്പ്. ഏർലി മോർണിംഗ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ അത് ലേറ്റ് നൈറ്റ് പോകാറുണ്ട്. റേച്ചലിന് പോയോ? പിന്നെ പിന്നെ ഇഷ്ടം പോലെ ഏർലി മോർണിംഗ് കുറച്ചുകൂടെ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്ന് ചെയ്യുമ്പോൾ അതിന്റെ വേറെ ഇതുണ്ടാവും. പിന്നെ കുറേ ഇങ്ങനെ നൈറ്റ് പോയിക്കുമ്പോൾ നമ്മളും ഒരു കണ്ടിന്യൂസ് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും. എനിക്ക് മോർണിംഗ് ലൈറ്റ് ഇഷ്ടം. ഞാൻ ഇന്ന സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കിൽ ഡാഷ് ആണ് ഇറച്ചി വെട്ട്. റേച്ചലിന് വേണ്ടി പഠിച്ചേക്കുന്നു ഇറച്ചി. ഇനി എനിക്ക് വേണേ ഒരു കടയിടാം. ഇറച്ചി വിട്ട് തന്നെ ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഇറച്ചി കടയിലൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇറച്ചി കടയിൽ കൊണ്ടുപോയി ഇറച്ചി വിട്ടുന്ന ഒരു ചേട്ടൻ ത്രൂ ഔട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു വലിയ കത്തിയാ, നമ്മള് നോർമൽ യൂസ് ചെയ്യുന്ന കത്തിയല്ല, ഒരു വലിയ തടിയുടെ ഒരു ഇത് വെച്ചിട്ട് അതിലാണ് വെച്ചിട്ട് നമ്മളിങ്ങനെ വെട്ടുന്നത്. നമ്മളിങ്ങനെ അഭിനയിച്ച് ബലിപ്പിക്കുമ്പോ ആ ചേട്ടൻ കറക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നത് മാറ്റി ചെയ്യും. പിന്നെ അത് ഓരോന്ന് എടുത്തു കൊടുക്കുന്ന രീതി, കടയിലുള്ള ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുന്ന പൊതിയുന്ന രീതികൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് റേച്ചിൽ. എനിക്ക് തോന്നുന്നു വേറെ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജില് മറ്റേ വീടി വലിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതിന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പോയി വലിച്ചു പഠിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഹോട്ടൽ റൂമിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ പോയിരുന്നു വലിച്ചു പഠിക്കാറ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു സഫോക്കേഷൻ, എനിക്കറിയില്ല എങ്ങനെ ഈ മനുഷ്യൻ ഇത് വലിക്കുന്നതെന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഈ സാധനം ഈ കറക്റ്റ് ഇങ്ങനെ അത് പിടിച്ചിട്ട് വലിക്കുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വേറെ അങ്ങനെ ഞാനിപ്പോ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ടാപ്പിംഗ് പരിപാടി, റബ്ബർ വെട്ടില്ല, അത് കുറെ 1-2-3 ദിവസം കൊണ്ട് പഠിച്ച് കറക്റ്റ് റബ്ബർ വെട്ടുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ റബ്ബർ ടാപ്പിംഗ് പരിപാടി. എനിക്ക് തലവൻ, അഞ്ചക്കള്ളക്കൊക്കെ ഈ 2 സിനിമകൾക്ക് വേണ്ടിയുള്ള പോലീസുകാരുടെ മാനറിസങ്ങൾ ഇതിലുണ്ടായില്ലേ നമ്മുടെ ഉണ്ടായിരുന്നു. ആ 2 സിനിമകളാണ് ഞാൻ ആദ്യം ചെയ്തത്, തലവനും. അതിനുശേഷമാണ് ആഭ്യന്തര കുറ്റവാളി വരുന്നത്. സെറ്റാണ്. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്, ഓവർ എക്സൈറ്റഡ് ആവണ്ട, ടേക്ക് ഇറ്റ് സ്ലോ. പക്ഷെ എനിക്ക് ഇതുവരെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. എക്സൈറ്റ്മെന്റ് കൂടുതൽ. അതെ അതെ. കൺസിസ്റ്റൻസി, എന്ത് കാര്യത്തിലും കൺസിസ്റ്റൻസി ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന്. അത് ഏറ്റവും കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പം അത് കുറച്ചും കൂടി ലൈഫിൽ പ്രാവർത്തികമാക്കാൻ എല്ലാ കാര്യത്തിലും നോക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ഡിറ്റർമിനേഷൻ. എന്നോട് പറയുന്ന പലരും പറയുന്ന എപ്പോഴാ തിരിച്ചടിക്കണേന്ന്. കാര്യം 100-300 സിനിമകൾ മേലിപ്പോ കഴിഞ്ഞു, എല്ലാത്തിലും അടി ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടി. എന്ന് തിരിച്ചടിക്കും എന്നുള്ള ചോദിക്കുന്ന കുറെ പേരുണ്ട്. അടി കൊണ്ട് മതിയായില്ലേ, എന്നാ തിരിച്ചടിക്കും. അപ്പൊ എന്നാണ് തിരിച്ചടിക്കുക എന്നുള്ളൊരു സാധനം. വിജയിച്ചാൽ ലീഡർ ആകുന്നു, പരാജയപ്പെട്ടാൽ ഗൈഡ് ആകുന്നു. ഇതിപ്പോ ജോജി സ്കോർ ചെയ്തോണ്ടിരിക്കുക പരിപാടികൾ, ഓരോ സൈലന്റ് ആയിട്ട്. ശരിക്കും പേര്, ജോജിയുടെ പേര് മുണ്ടക്കയം ലംബോദരൻ എന്നാണ്. ജോജി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് പലരുടെ സിനിമകളിൽ അങ്ങനെ വന്നിട്ടുള്ളത്. അതാണ് ലംബോദരൻ എന്നാണ് കറക്റ്റ്. ഈ ബൈചേട്ടനുണ്ടല്ലോ ഒരു രഹസ്യവും ഹണി പറഞ്ഞേക്കരുത്. എന്റെ അപ്പൻ ജോണി ചേട്ടൻ രഹസ്യമായി പറഞ്ഞ ഒരു കാര്യമാണ്, ബൈജു എന്റെ മോന് ഞാൻ ലംബോദരൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്, നീ ഇതാരോടും പറയരുത്. ഇല്ല ജോണി ചേട്ടാന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ്. അല്ല, ഞാൻ ചോദിക്കാതായിരുന്നു കൂട്ടത്തിൽ ആരാ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അടിപൊളിയാണ്? ഞാൻ അടിപൊളിയാ. ഫ്രണ്ട്സ് ഒക്കെ വന്ന് സീക്രട്ട് ഒക്കെ പറഞ്ഞ് ഞാൻ, ബിക്കോസ് എല്ലാ ആളുകളും വന്നിട്ട് എന്റെ അടുത്ത് അവരുടെ സീക്രട്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ സീക്രട്സ് ഒന്നും അവിടെ തന്നെ നിൽക്കാറുണ്ട്, എവിടെ പോകുന്നതായിട്ടില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതൊരു വലിയ ക്വാളിറ്റി. ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിം മേക്കർ ആയിരുന്നു. അത് എവിടെ വേറെ രീതിയിലോട്ട് പോയി. സെറ്റിലപ്പ് എങ്ങനെയായിരിക്കും ഇപ്പോ? രഹസ്യങ്ങളില്ലാത്ത മനുഷ്യനാണ്, മുഴുവൻ പരസ്യമാണ്. ഭയങ്കര ധൈര്യശാലിയാ, ഭയങ്കര ധൈര്യം. മുണ്ടൊക്കെയാണ്. ജോജേട്ടൻ നന്നായിട്ട് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ചെയ്യില്ലേ? പിന്നെ
നിങ്ങൾ പോണം ജോയിച്ചേട്ടന്റെ ജോജിക്ക് ഒരു മഡ് ഹൗസ് ഉണ്ട്, പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഹണി സൊറ. ഇല്ല. സൊറ. എവിടെയാണ് ചേട്ടാ അത്? കുട്ടിക്കാനത്ത് കുട്ടിക്കാനത്ത്. സൊറ. റേച്ചൽ കഴിഞ്ഞ് നമുക്ക് പോയേക്കാം. സക്സസ് സെലിബ്രേഷൻ അവിടെ ഇവനോട് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോ അവിടെ ആയിരുന്നു. ജോയിച്ചേട്ടന്റെ വലിയ ജീപ്പൊക്കെ ഉണ്ട്, ജീപ്പൊക്കെ ഓടിച്ച്. അല്ല, ജോജി നല്ലൊരു കർഷകനാണ്, ഒരുപാട് അങ്ങനെ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ജിം ഓർ ക്ലാസിക്കൽ ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസർ അല്ല, പക്ഷെ ഞാൻ ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭരതനാട്യം. ഞാൻ തുടങ്ങി. ഞാൻ രാധികയോട് ചോദിച്ചിരുന്നു എനിക്കൊരു ടീച്ചറെ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ. രാധിക ആക്ച്വലി പഠിപ്പിക്കുന്നുണ്ടല്ലേ ഇപ്പം? ഞാനിപ്പോ ജസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനത് അന്നേരം എന്റെ ഇഷ്ടത്തിനല്ല തുടങ്ങിയത്. ജിം ഓൾമോസ്റ്റ് എപ്പോഴും പോകുന്നുണ്ട്. ഇനി ജിമ്മിന് പോകാൻ പറ്റാത്ത സമയത്തും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്തും വാക്കിംഗ് ഇഷ്ടമാണ്. കംഫർട്ട് ഫുഡ് എന്താ? ഒരു ഹെക്ടിക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വെറുതെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ഫുഡ് എന്താ? എനിക്ക് എന്റെ നാട് പാലക്കാടാ. അപ്പൊ പാലക്കാട് ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ കേരളത്തിന്റെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. കുറച്ച് തമിഴ് ടച്ച് കൂടുതലാണ് പാലക്കാട്. ഇപ്പൊ ബിരിയാണി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോ പാലക്കാട് അവിടെ ആ സൈഡില് ഉണ്ടാക്കുന്ന ചോറും ഭയങ്കര ടേസ്റ്റിയാ. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു പാലക്കാട്ടെ ഫുഡ് ആ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് നമ്മള് കേരളത്തിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലേവേഴ്സ് തന്നെ മാറി. എന്തൊക്കെയോ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. നമ്മൾ പഴയ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രുചികളൊന്നും അല്ല നമ്മൾ കടയിൽ കിട്ടുന്നത്. പക്ഷെ പാലക്കാട് ഇപ്പോഴും ആ പഴയ രുചിയിലും ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഭക്ഷണമാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമുക്ക് ഇല്ല, സേഫ് ആണ്. അപ്പൊ അത് എനിക്ക് തോന്നിട്ട് അങ്ങനെ അവരതൊന്നും വേണ്ടാത്ത സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പ്യുവർ ആയിട്ട് ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണമാണ്. എനിക്കാണോ അങ്ങനെ ചോറും രസവും എന്തെങ്കിലും മെഴുക്ക് വരട്ടി, ചിക്കനും സൈഡിലൊരു ഭംഗിക്കുണ്ടെങ്കിൽ എനിക്ക് ചോറ്, നല്ല മീൻകറി, നല്ല റെഡ് കളർ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഇത്, പിന്നെ നല്ല ചെമ്മീൻ ഉലത്തിയത്, പിന്നെ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ മമ്മി നല്ല ഈ ചെമ്മീൻ വെച്ചിട്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കി. ചെമ്മീൻ ചമ്മന്തിയില്ലേ, അതിങ്ങനെ പണ്ട് നമ്മളൊക്കെ പോകുന്ന പൊതിച്ചോറ് തന്നിട്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ പൊതിച്ചോറ് ഇങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു ഇതെങ്ങനെ, അത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞണ്ടുണ്ട്, ഞണ്ട് വന്നിട്ട് അതിന്റെ ഷെല്ലെല്ലാം കളഞ്ഞിട്ടില്ലേ, നമ്മൾ പുഴുങ്ങും ഞണ്ട്. എന്നിട്ട് അത് രണ്ട് ചെമ്മീൻകെട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ മണ്ണിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് മീൻസ് തീയൊക്കെ ഇട്ടിട്ട് ആ ഞണ്ടിന്റെ ഷെല്ലിൽ നിന്ന് എടുത്തിട്ട് നല്ല എരിവും പെപ്പറും ഉള്ളിയില്ലേ, റെഡ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, ആ ടേസ്റ്റ് എന്നറിയോ. മമ്മൂക്കയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മമ്മൂക്കയ്ക്ക് മീൻ ഒരുപാട് പ്രാവശ്യം മമ്മൂക്ക കുക്ക് ചെയ്തുകൊണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പാലക്കാട് ഒരു സിനിമ, നയൻതാര മമ്മൂക്ക ഉള്ള പടം തസ്കര വീരൻ, അന്ന് മമ്മൂക്ക 2:45 വരെ ഞാൻ അപ്പോൾ ഇവിടുന്ന് എഴുപുന്നേന്ന് കുക്ക് ചെയ്തിട്ട് അവിടം വരെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട്. അതൊരു സാധനം. കഴിഞ്ഞ ആഴ്ചയും കൂടെ മമ്മൂക്ക അടുത്ത് പോയി ഫിഷും അങ്ങനെ കുറെ. മമ്മൂക്ക ഫിഷ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും പറയും ഫിഷ് എന്ന കുഞ്ഞു കുഞ്ഞു മീനുകൾ പുള്ളിക്ക് ഇഷ്ടമല്ല. ഈ എന്താ പറയുക, കൊഴുവ, അതുപോലെ കുറെ 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 ഡിഫറെന്റ് പരിപാടികളുണ്ട് പുള്ളിക്ക്. ഭയങ്കര ഇഷ്ടമാണ്. കംഫർട്ട് എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞ എല്ലാ ഭക്ഷണവും എനിക്ക് ഇഷ്ടമാണ്. അതില് ആ മീൻകറി, ആ കറക്റ്റ് മീൻകറി, കൊടംപുളിയൊക്കെ ഇട്ട മീൻകറി നല്ല. അതെ, കപ്പ ഇഷ്ടമാണ്, ബീഫ് ഇഷ്ടമാണ്, പോർക്ക് ഇഷ്ടമാണ്, അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. സൊറ സ്പെഷ്യൽ എന്താണ് ചോദ്യം? ഏത് ഫുഡ് ഇഷ്ടമെന്നാണോ? കംഫർട്ട് ഫുഡ്. എനിക്കൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്കിത് മതി. ഡ്രിങ്ക്സ് എടുത്താൽ നോൺ വെജ്, ഡ്രിങ്ക്സ് എടുത്തില്ല വെജ് സാലഡ്. ജോജി മോനെ എല്ലാം ജോജി സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിക്കും ജോജിച്ചേട്ടന്റെ മാച്ച് വൈബ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനേ ഉറപ്പായിട്ടും. ഞാൻ എന്റെ ചെറുപ്പത്തില് ആയിരുന്നപ്പോൾ സിനിമ കരിയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ശരിക്കും എന്തായിരുന്നു സിനിമ ഇസ് ഓൾ അബൌട്ട്? ആ സമയത്ത് എന്റെ ഒരു ഇമേജ് അല്ലല്ല, സിനിമ എന്ന് പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ് ശരിക്കും എങ്ങനെയായിരുന്നു? സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്വപ്ന ലോകമായിരുന്നു. ഒരു സിനിമ ചെയ്യുന്ന സമയത്തും ആദ്യം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയാണ്, വിനയൻ സാറിന്റെ മൂവി ആയിരുന്നു ചെയ്തത്. സെറ്റിലേക്ക് വരുമ്പോൾ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു, ഒരു മാജിക്കൽ വേൾഡിൽ എത്തിയ ഒരു ഫീൽഡായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ എന്താ പറയാ, കുറച്ച് സിനിമകളൊക്കെ ചെയ്തിങ്ങനെ പോകാൻ പറ്റി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, ആ ഫസ്റ്റ് ടൈം ആക്ടേഴ്സിനെ കാണുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് വിനയൻ സാറിന്റെ മുമ്പത്തെ ഒരു സിനിമയില് ശരിക്കും അഭിനയിക്കാൻ പോയപ്പോ ഏജ് മാച്ച് ആവില്ലെന്ന് പറഞ്ഞിട്ട്. അല്ല, അഭിനയിക്കാൻ പോയതല്ല, ഞാൻ വെറുതെ ഷൂട്ട് കാണാൻ പോയതാ. എൻ്റെ നാട്ടില് എനിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അവിടെ ഷൂട്ട് കാണാൻ വേണ്ടി ചേച്ചി വിളിച്ചിട്ട് പോയപ്പോ അവിടെ
മൂവിയിൽ ഏതോ ഒരു ചേട്ടനെ, അത് പുള്ളി എന്താണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആരാന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പം ഞാനും കുറച്ച് പിള്ളേരും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് നമുക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അപ്പനെയും അമ്മയും വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഇത് കേട്ടു. ചെറിയ നാട്ടിൻപുറമല്ലേ, എന്റെ സ്കൂളിൽ നിന്നൊക്കെ വന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഉടനെ പിന്നെ അടുത്ത ദിവസമൊക്കെ സ്കൂളിൽ പാട്ടായില്ല, കേൾദോനെ സിനിമയുടെ അടുത്ത് പിന്നെ എനിക്ക് നാണക്കേട് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിനയ് സാറിനെ മീറ്റ് ചെയ്യുന്നത്. അന്നേരം ഞാൻ 7ൽ പഠിക്കുകയാണ്. ഈ ബോയ് ഫ്രണ്ട് റിലീസായിട്ട് സ്കൂളിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു റിലീസ് കഴിഞ്ഞിട്ട്? ഇല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. അങ്ങനെ സിനിമ കാണാൻ പോയിട്ട് പിടിച്ചഭിനയിപ്പിച്ച ഒരു വലിയൊരാളുണ്ട്, ഒരു ആക്ട്രസ് ഉണ്ട്, ആരാന്ന് പറയാവോ? ഷൂട്ട് കാണാനായിട്ട് വെറുതെ ചെന്നതാ ആളെ. ദിവ്യപ്രഭ? നോ, അല്ല, നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരാളാ. ശ്വേത ചേച്ചിയോ? ശ്വേത അങ്ങനെ ഷൂട്ട് കാണാൻ ചെന്ന സമയത്ത് വെറുതെ കാണാം ഇത് പറഞ്ഞ പോലെ ചെന്നതാ. അങ്ങനെയാണ് പിടിച്ചിട്ട് മറ്റേ സിനിമയിലെ മമ്മൂക്കയുടെ പടത്തിലെ നായികയാവുന്ന ഫസ്റ്റ് പടം. ജോയ് ചേട്ടന് സിനിമ ഇങ്ങനെ അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ആഗ്രഹിച്ച് നടന്നിട്ടുള്ള ഒരു ടൈം ഉണ്ടായല്ലോ. ഇപ്പൊ ശരിക്കും എങ്ങനെയാ സിനിമ? ഇപ്പൊ ബാക്ക് ടു ബാക്ക് പടമുണ്ട്, അഭിനയം തന്നെ പരിപാടികൾ അത്യാവശ്യമുണ്ട്. ജോജി എന്റെ സിനിമയിൽ ഗംഭീര ക്യാരക്ടർ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ്. വൈചേട്ടൻ വരെ വൈചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചു. അത് ഗംഭീര കൂടോത്രത്തിൽ ഗംഭീര ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്തതിനേക്കാൾ ടോപ്പ് ക്യാരക്ടർ. ചോദ്യം എന്തായിരുന്നു? സിനിമ എനിക്ക് അങ്ങനെ പെർസ്പെക്റ്റീവ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ സിനിമ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ അല്ലാതെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനിലില്ലാത്തിരുന്നൊരു സംഭവമായിരുന്നു. എങ്ങനെയോ വന്നതാണ്. അപ്പം ഞാൻ സിനിമയ്ക്ക് മുന്നേ ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും ഭാഗ്യം വലിയൊരു ഘടകമാണ് സിനിമയിൽ വരാൻ എന്നുള്ളത്. ബാബുരാജ് ഏട്ടൻ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ കുറേ ഇയേഴ്സ് ആയിട്ട് അവർ സിനിമയിൽ എന്തെങ്കിലും ഒന്ന് തല കാണിക്കണം എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നാട്ടിൽ നിന്നൊക്കെ മാറി അതിനുവേണ്ടി മാത്രം കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ അവർ ഭയങ്കര സിനിമയെ ഒബ്സർവ് ചെയ്യും. അവർ സിനിമ കണ്ടിട്ട് ഞാൻ കാണുന്ന പോലെയല്ല അവർ ആ സിനിമയെ കാണുന്നത്. അവരതിനെ പല തലങ്ങൾ അവർ പറയുമ്പോഴാണ് എനിക്ക് ഇത് ഇങ്ങനെയാണല്ലേ എന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സിനിമയെ അധികം ഒബ്സർവ് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു പെർസ്പെക്റ്റീവോ അങ്ങനെ ഒന്നും ഞാൻ അത്ര ഒബ്സർവ് ഒന്നും ചെയ്തിട്ടില്ല. സിനിമ കണ്ട തമാശ കണ്ടിരിക്കും, സങ്കടം സീൻ വന്നാൽ കരയും, അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് സിനിമ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. ഈ തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയാ അവിടുത്തെ വർക്ക് പാറ്റേണും അല്ലെങ്കിൽ അവര് മൊത്തത്തിൽ ക്രാഫ്റ്റ് എങ്ങനെയാ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയോ? ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടുത്തെ വലിയ വ്യത്യാസമൊന്നും ഇല്ല അവിടെയും. അത് കുറച്ചും കൂടി വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം സെറ്റ് എന്ന് പറയുന്നത് നമ്മളെത്തേക്കാളും കുറേയും കൂടി ആളുകളൊക്കെ ഉള്ള ഒരു കുറച്ചും കൂടി എന്താ പറയുക ഒരു ഹ്യൂജ് ബഡ്ജറ്റ് മൂവി ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലക്ഷറി ഡെഫിനറ്റ്ലി ആ സെറ്റിലും ഉണ്ടാവും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സൺഡേസ് ഇല്ലെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം ഓർക്കുന്നില്ല. ബട്ട് ഇവിടുത്തേത് പോലെ തന്നെ വർക്ക് അവിടെയും ഇവിടെയൊക്കെ ഒന്നും പറയാം. ഏർലി മോർണിംഗ് തന്നെ അവിടെയും സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണ് കഴിയുന്നത് അതനുസരിച്ചിട്ട് തന്നെയാണ് ഷൂട്ട് പോകുന്നത്. ആൻഡ് പിന്നെ കുറച്ചും കൂടി ഈ അവിടുത്തെ ആളുകൾക്ക് നമ്മളൊരു ഞാൻ വീരസിംഹാറെഡ്ഡി ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും എന്നെ അറിയില്ല അവിടെ. അപ്പം ഒരു ആക്ടർ എന്നുള്ളൊരു പേര് മതി അവർക്ക്. ഇന്ന സിനിമ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഒരു ഇന്ന ആളാണെന്നോ അല്ലെ കുറേ സിനിമകൾ ചെയ്യണമെന്നൊന്നും ഇല്ല. ഇവിടെ നമുക്ക് അത്രയും ഫെമിലിയർ ആയാൽ മാത്രമേ ആളുകളിൽ നിന്ന് ആ ഒരു സ്നേഹം നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഓടി വന്നിട്ട് സെൽഫി ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് താഴെ നിറയെ ആളുകൾ വന്ന് നിൽക്കും. പിന്നെ മലയാളത്തിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പെക്ട് ഇത് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ബാലേ സാർ ഇപ്പം മലയാളം സിനിമ കഥകളൊക്കെ ചോദിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ വർക്കിംഗ് എക്സ്പീരിയൻസുകൾ, അദ്ദേഹത്തിന്റെ അച്ഛൻ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്ന ഡയലോഗുകൾ, അതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ആ കാലത്തെ കഥകള് ഒക്കെ അത് നമ്മളെ വിളിച്ചിരുത്തി അതൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ കാണിച്ചു തരും. അച്ഛൻ ഈ ഡയലോഗ് അദ്ദേഹം പറയും. എന്നിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് യോഗ വർക്കൗട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെറ്റിൽ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് സെറ്റിൽ വരുന്നത് അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഫൈറ്റ് സീക്വൻസോ ഡാൻസോ എന്തായാലും
നിമിഷ നേരം കൊണ്ട് അത്രയും എനർജി, ആ ഒരു എനർജി ലെവൽ ഈസ് സോ ഹൈ. നമുക്ക് കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഡാൻസ് ഐ മീൻ ഈ സോങ് സീക്വൻസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട്, പുള്ളി തട്ടുന്നു. അത്രയും പവറാണ് അദ്ദേഹത്തിന്റെ ഒരു ഓരോ ആക്ഷനും, അത്രയും പവറാണ്. ഈശ്വര, ഇറ്റ് വാസ് റിയലി ഗുഡ്, നൈസ് എക്സ്പീരിയൻസ്, ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. റിലീസിന് വരിക, ടൈറ്റിൽ ക്യാരക്ടറിന്റെ പ്രഷർ ഉണ്ടോ? അപ്പൊ വീട്ടിലെല്ലാരും എങ്ങനെ ആ വൈബ് സെറ്റ് ആണ്? ടൈറ്റിൽ ക്യാരക്ടർ ഫസ്റ്റ് ആണല്ലോ ചെയ്യണേ, അപ്പൊ വീട്ടിലെല്ലാവർക്കും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ. അതെ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ റിലീസ് അടുക്കുമ്പോൾ? ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഒരു വലിയൊരു ഹെവിനെസ് ഉണ്ട്, ബിക്കോസ് ഫസ്റ്റ് ടൈം ആണ് ഈ പറഞ്ഞ പോലെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും ടെൻഷൻ അടിച്ച് അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാം നമ്മുടെ മറ്റേ ട്രെയിലർ, ഓഡിയോ ആൻഡ് ട്രെയിലർ. അതെന്താ എനിക്ക് അത്രയും ടെൻഷൻ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ദിവസേന ഓരോ ചടങ്ങുകൾ പങ്കെടുക്കുന്നതാണ്, പക്ഷെ അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഭയങ്കര സന്തോഷവും എക്സൈറ്റ്, പക്ഷെ തോന്നില്ല. അതാണ് ഞാൻ വിചാരിച്ച സ്റ്റേജിൽ തലകറങ്ങി വീഴുമായിരിക്കും, ദൈവമേ ആളുകൾ എടുത്തോണ്ട് പോകുന്നത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ സെറ്റായി. അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. വിനയൻ സാറ് ഭയങ്കര അല്ല, അതും എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇതുവരെയും ഒരു ചടങ്ങിലും, എൻ്റെ ഒരു സിനിമയുടെ ചടങ്ങിലും അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പം അദ്ദേഹം ആ ഒരു ഭയങ്കര സ്നേഹത്തോടെ വരാമെന്ന് പറയുകയും വന്ന് കഴിഞ്ഞിട്ടായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് കുറെ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു ബ്ലെസ്സിങ് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. അപ്പോൾ December 6th റേച്ചൽ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നേരത്തെ പറഞ്ഞ റിലീസായി കഴിഞ്ഞിട്ട് ഈ ആഗ്രഹം പറഞ്ഞല്ലോ, ആക്ട്രസ് ഹണി റോസിന്റെ പെർഫോമൻസിനെ കുറിച്ചും, അല്ലെങ്കിൽ ആക്ട്രസ് ഹണി റോസ് ഭയങ്കരമായി അടയാളപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു വേറൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ കൺഗ്രാറ്റ്സ് റിലീസിന്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.